السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തുൻ നിസായിലെ 12-ാമത്തെ വചനമാണ്. ദീർഘമായ ഒരു വചനമാണ്. ഞാനതൊന്ന് വായിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. യൂസികുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈനി ഫൈൻ കുന്ന നിസാഉൻ ഫൗക ഇസ്നത്തൈനി ഫലഹുന്ന സുലുസാ മാ തറക വഇൻ കാനത് വാഹിദതൻ ഫലഹൻ നിസ്ഫു വലിഅബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമാ സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദുൻ ഫൈൻ ലം യകുൻ ലഹു വലദുൻ വവരിസഹു അബവാഹു ഫലി ഉമ്മിഹി സുലുസു. ഇത് ദീർഘമായ ഒരു വചനമാണ്. നമുക്ക് അതിനെ ഓരോ സെക്ഷനായിട്ട് നമുക്ക് വിഭജിച്ച് അനന്തരാവകാശ സ്വത്ത് സംബന്ധമായ വിവരങ്ങളാണ്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിനൊരു താല്പര്യം ഉണ്ടാകുകയുള്ളൂ. നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും. യൂസിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളോട് അവൻ വസിയത്ത് ചെയ്തിരിക്കുന്നു, നിങ്ങളോട് അവൻ ഉപദേശിച്ചിരിക്കുന്നു. ഇവിടെ അള്ളാഹുവാണ് വസിയത്ത് ചെയ്യുന്നത് നിങ്ങളോട്, അല്ലെങ്കിൽ ഉപദേശിക്കുന്നത്. ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കളെപ്പറ്റി. നിങ്ങളുടെ മക്കളെപ്പറ്റി അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഉപദേശിക്കുകയാണ്. എന്താണ് ആ നൽകുന്ന ഉപദേശം? ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസൈനി. ലിദ്ദക്കരി, ആണിനുണ്ട്, ആൺകുട്ടിക്ക് അല്ലെങ്കിൽ പുരുഷന് ലഭിക്കുന്നതാണ്. മിസ്ലു ഹള്ളിൽ ഉൻസയൈനി, 2 സ്ത്രീകളുടെ ഓഹരിക്ക് തുല്യമായത്. അപ്പോൾ ഓഹരി വിഭജനം സംബന്ധമായിട്ടാണ് പറയുന്നത്. ഒരു ആൺകുട്ടിക്ക് കിട്ടുന്നത് 2 പെൺകുട്ടികൾക്ക് കിട്ടുന്നതിന് തുല്യമായതാണ്. ആണിന് 2 സ്ത്രീകളുടെ ഓഹരിക്ക് തുല്യമായതുണ്ട്. അപ്പോൾ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ വസിയത്ത് ചെയ്യുന്ന ആളിൻ്റെ മൂലധനം ആകെ 100 രൂപയാണെങ്കിൽ അവർക്ക്
ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും മക്കളായിട്ടുണ്ടെങ്കിൽ മിനിമം അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 63 രൂപ ആൺകുട്ടിക്കും 33 രൂപ, അല്ലെങ്കിൽ അതിനോട് വരുന്ന ചില്ലറ പെൺകുട്ടിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുമ്പോൾ ഇതൊരു അനീതിയല്ലയോ? ഒരു ആൺകുട്ടിക്ക് 2 പണം കൊടുക്കുന്നു, ഒരു പെൺകുട്ടിക്ക് അന്ന് 1 കൊടുക്കുന്നുള്ളൂ. ഇരട്ടി ആണ് ആൺകുട്ടിക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ മറുവശം കൂടെ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, പെൺകുട്ടി ഒരു പുരുഷനോടൊപ്പം പോയി കഴിയുകയാണ്. അവിടെ ആ പുരുഷന് ഒരു 2 ഇരട്ടി അവരുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം തുല്യമായിട്ട് തന്നെയാണ്. അതിനൊന്നും അനീതിയൊന്നുമില്ല. വിശാലമായി നമ്മൾ ചിന്തിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഏതായാലും യൂസീക്കുമുല്ലാഹു ഫി ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങൾക്ക് വസിയത്ത് ചെയ്തിരിക്കുകയാണ്. ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈനി, ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ആൺകുട്ടിക്ക് കൊടുക്കണം. കാരണം അതിൻ്റെ വിശദ വിവരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലോജിക്ക് ഇതാണ്. പെൺകുട്ടി ഒരു ആണിനോടൊപ്പം പോയി താമസിക്കുകയാണ്. അപ്പോൾ ആ ആണിന് കിട്ടും 2 ഇരട്ടി. അങ്ങനെ വരുമ്പോൾ ഇവർക്കിത് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മറ്റേതാണ് ഒരു വലിയ കുടുംബഭാരം ഏറ്റെടുത്ത് നടത്തേണ്ട ആളാണ് ആൺകുട്ടി. മാതാപിതാക്കളുടെ കാര്യവും അതുപോലെ അവൻ്റെ ഭാര്യ മക്കളുടെ കാര്യം, അങ്ങനെ വലിയ ഉത്തരവാദിത്വമുള്ള ഒരു ആളാണ് സത്യത്തിൽ ആൺകുട്ടികളായിട്ട് വരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ ആണ് നമുക്കത് ഗ്രഹിക്കാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ യൂസീക്കുമുല്ലാഹു ഫി ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അല്ലാഹു നിങ്ങളോട് വസിയത്ത് ചെയ്തിരിക്കുകയാണ്, ഉപദേശിച്ചിരിക്കുകയാണ്. ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈനി, ആൺകുട്ടിക്ക് കൊടുക്കുന്നതിൻ്റെ പെൺകുട്ടിക്ക് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ആൺകുട്ടിക്ക് അവകാശപ്പെട്ടതാണ്. ഇനി രണ്ടാമത് ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഫൈൻ കുന്ന നിസാഉൻ ഫൗക ഇസ്നത്തൈനി ഫലഹുന്ന സുലുസ മാ തറക്ക. അത് അടുത്ത ഒരു സെക്ഷനാണ്. ഫൈൻ കുന്ന, ഇനി അവരായാൽ, അതായത് കുന്ന എന്ന് പറയുമ്പോൾ സ്ത്രീകളാണ്. ഫൈൻ കുന്ന നിസാൻ, ഇനി അവർ അവകാശികൾ സ്ത്രീകളായാൽ, ഫൗക ഇസ്നത്തൈനി 2 മീതെ, 2 കൂടുതൽ. അപ്പോൾ അവകാശികൾ 2 കൂടുതൽ, അതായത് 2 അതിൽ കൂടുതലും സ്ത്രീകൾ മാത്രമാണെങ്കിൽ, ഫൈൻ കുന്ന നിസാഅൻ ഫൗക ഇസ്നത്തൈനി, 2 അതിൽ കൂടുതലോ സ്ത്രീകൾ മാത്രം അവകാശികളായാൽ, ഫലഹുന്ന, അപ്പോൾ അവർക്ക് അയാൾ വിട്ടേച്ചു പോയതിൻ്റെ, ഫലഹുന്ന, അപ്പോൾ അവർക്ക് വിട്ടേച്ചു പോയതിൻ്റെ സുലുസ മാ തറക്ക, 3/2 ഭാഗമുണ്ട്. ഇനി അവർ, അതായത് അവകാശികൾ 2 കൂടുതൽ, 2 അതിൽ കൂടുതലും സ്ത്രീകൾ മാത്രം ആണെങ്കിൽ, അപ്പോൾ അവർക്ക് അയാൾ വിട്ടേച്ചു പോയതിൻ്റെ 3/2 ഭാഗമുണ്ട്. അപ്പോൾ ആൺകുട്ടികളില്ല, 2 അതിൽ കൂടികളോ പെൺകുട്ടികളാണ് അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ വിട്ടേച്ചു പോയതിൻ്റെ 3/2 ഭാഗമെടുക്കാം. ഫൈൻ കുന്ന നിസാഅൻ ഫൗക ഇസ്നത്തൈനി ഫലഹുന്ന സുലുസ മാ തറക്ക, അവർ അവകാശികൾ 2 കൂടുതൽ, 2 അതിൽ കൂടുതലും സ്ത്രീകൾ മാത്രം ആണെങ്കിൽ, അപ്പോൾ അവർക്ക് അയാൾ വിട്ടേച്ചു പോയതിൻ്റെ, അതായത് അയാൾക്കുള്ള സ്വത്തിൻ്റെ 3/2 ഭാഗം അവർക്കെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള അതാർക്ക്, അത് 3/2 ഭാഗം സ്ത്രീകൾക്ക് അവർക്ക് വേണ്ടി കൊടുക്കുക. പിന്നെ അതിൽ മാതാപിതാക്കളും മറ്റൊരാളോ ഉണ്ടാകാം. ഏതായാലും
ആൺകുട്ടികളില്ലാതിരിക്കെ സ്ത്രീകൾ 2 അതിൽ കൂടുതലോ ആണെങ്കിൽ അവർക്ക് അപ്പോൾ അവർക്ക് വിട്ടേച്ചു പോയതിൻ്റെ 2/3 ഭാഗമുണ്ട്. മറ്റേത് നേരത്തെ പറഞ്ഞിരുന്നത് 1/3. ഇപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ആൺകുട്ടികളില്ല എങ്കിൽ അവർക്ക് 2/3 ഭാഗം എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ 2-3 കാര്യം ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ മക്കളുടെ കാര്യത്തെ സംബന്ധിച്ച് അത് ആൺകുട്ടിക്ക് നിങ്ങൾ മിഥിൽ ഹദ്ദൽ ഉൻസയൈനി 2 സ്ത്രീകളുടെ ഓഹരിക്ക് തുല്യമായത് ആൺകുട്ടിക്ക് കൊടുക്കുക. ഫൈൻകുന്ന നിസാൻ, ഇനി പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഫൗക്കൈസിനേത്തേനി, അതോ 2 അതിൽ കൂടുതലോ ആണെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ആൺകുട്ടികളില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഫലഹുന്ന സുലുസ മാത്രക്കാം, അവർ ഉപേക്ഷിച്ച് പോയ ധനത്തിൻ്റെ 1/3 അവർക്ക് എടുക്കാം. ഇനി അവർ അവകാശികൾ 2 അതിൽ കൂടുതലും സ്ത്രീകൾ മാത്രം ആണെങ്കിൽ അപ്പോൾ അവർക്ക് അയാൾ വിട്ടേച്ചു പോയതിൻ്റെ 2/3 ഭാഗം എടുക്കാവുന്നതാണ്. ഈ 2-3 പോയിൻ്റ് മനസ്സിൽ നിൽക്കട്ടെ. ഇതൊരു ദീർഘമായ വചനമാണ്. ഇങ്ങനെ ഓരോ പോയിൻ്റായിട്ട് നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെക്കുറിച്ചും പരാമർശിക്കുകയും മാർഗദർശനം നൽകുകയും അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന തത്വചിന്താപരമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയിലായിരിക്കട്ടെ നമ്മളെല്ലാവരും. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഭാഗവുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കാണാം. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.